BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മണ്ഡലകാലമായാൽ ഗ്രാമനഗര വ്യത്യാസങ്ങൾ ഇല്ലാതെ നടക്കുന്ന അനുഷ്ഠാനമാണ് അയ്യപ്പൻ വിളക്കുകൾ. ഈ ആചാരകലയെ തലമുറകളായി കൈവിടാതെ മുറുകെ പിടിക്കുന്ന ഒരു കുടുംബമുണ്ട് ഒറ്റപ്പാലം കോതകുറിശ്ശിയിൽ. പരമ്പരാഗത രീതികളിലൂടെ ഇവർ നേതൃത്വം നൽകുന്ന അയ്യപ്പൻ വിളക്ക് സംഘം നൂറുകണക്കിന് വേദികളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. പാലക്കാട്ടുകാർക്ക് കോതകുറിശ്ശി ഉണ്ണി വെളിച്ചപ്പാടെന്ന പേര് സുപരിചിതമാണ്. വൃശ്ചികം, ധനു, മകരം മാസങ്ങളിൽ കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലുമായി അങ്ങോളം ഇങ്ങോളം നടത്തിവരാറുള്ള എന്ന കലയും ആചാരവും ഇഴചേർന്നതാണ് അയ്യപ്പൻ വിളക്ക്. പലയിടങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുക. വാഴപ്പിണ്ടികൾ ഉപയോഗിച്ച പ്രതീകാത്മക അമ്പലം സൃഷ്ടിച്ച അയ്യപ്പനെ കുടിയിരുത്തി വിശ്വാസ സമൂഹം കൊണ്ടാടാറുള്ള ഒന്നാണിത്. ആ കലയെയാണ് ഈ കുടുംബം മുറുകെ പിടിച്ച് മുന്നേറുന്നത്. പിതാവ് അപ്പൻ വെളിച്ചപ്പാടിൽ നിന്നുമാണ് ശ്രീധരൻ എന്ന ഉണ്ണി വെളിച്ചപ്പാട് അയ്യപ്പൻ വിളക്കിന്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുക്കുന്നത്. പിന്നീട് പുതുവായിൽ കൃഷ്ണൻകുട്ടി വെളിച്ചപ്പാടിൽ നിന്നും ഉപരിപഠനം നടത്തി. 9-ാം വയസ്സിലാണ് ഈ മേഖലയിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്. 65-ാം വയസ്സ് പിന്നിട്ട ഉണ്ണി വെളിച്ചപ്പാട് ശാരീരിക അവശതകളെല്ലാം മറന്ന് ഇപ്പോഴും വിളക്കു സംഘത്തെ നയിക്കുകയാണ്. ഞങ്ങൾ പൂർവികമായിട്ട് കോതകുറിശ്ശി അയ്യപ്പൻ വിളക്ക് സംഘം നടത്തിക്കൊണ്ട് എൻ്റെ അച്ഛൻ കാർന്നന്മാരും എല്ലാവരും ആയിട്ട് നടത്തി തന്നതാണ്. ഞാനിപ്പോൾ 28 വയസ്സ് മുതൽ സ്വന്തമായി നടത്തുന്നുണ്ട്. ഞങ്ങൾ 35 പേര് ചെണ്ട, വാദ്യം, ഉടുക്ക് എല്ലാവരും ഈ പാർട്ടിയിലും. എല്ലാ വർഷവും ഞാൻ 20-17 വിളക്കുകൾ നടത്താറുണ്ട്, അയ്യപ്പൻ വിളക്കുകൾ. എൻ്റെ അച്ഛൻ്റെ പേര് ആപ്പൻ വെളിച്ചപ്പാട്, എൻ്റെ ചെറിയച്ഛൻ കൃഷ്ണൻകുട്ടി വെളിച്ചപ്പാട്. എൻ്റെ മക്കൾ 2 പേരും ഈ സംഘത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ച് ഞങ്ങൾ അയ്യപ്പൻ വിളക്ക് ഇന്നും കൊണ്ടു നടക്കുന്നുണ്ട്. വൃശ്ചികത്തിലുള്ള വിളക്കുകൾക്കായി തയ്യാറെടുക്കുകയാണ് ഇവർ. അനേകം തലമുറകൾക്ക് ഉടുക്കുപാട്ടിന്റെയും വെളിച്ചപ്പാട് നൃത്തത്തിന്റെയും അമ്പലം പണിയെന്നുമെല്ലാം പാഠങ്ങൾ പകർന്നു നൽകിയ ഈ ഗുരുനാഥൻ തന്റെ 2 മക്കളെയും ഇതേ വഴിയിലൂടെ കൈപ്പിടിച്ച് നടത്തി. മക്കളായ രാജുവും ദീപക്കും ഇപ്പോൾ ഇതേ മേഖലയിൽ പ്രസിദ്ധി ആർജിച്ച കലാകാരന്മാരാണ്. 3 മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് മണ്ഡലകാലത്തിലേക്ക് ഇവർ കടക്കുക. മകരവിളക്ക് കഴിയുന്നതുവരെയും വ്രതാനുഷ്ഠാനം തുടരും. ഈ രീതിയിലൂടെ കലയെയും വിശ്വാസത്തെയും ചേർത്ത് പിടിച്ച ജീവിതത്തിൽ ആത്മസംതൃപ്തി കണ്ടെത്തുകയാണ് ഈ കുടുംബം. M5 ന്യൂസ്, പാലക്കാട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.